ഒക്ടോബർ 1 ലിസ്വീപിലെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. 1873 ജനുവരി 2 ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ ജനിച്ചത്. പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യം ധനമുള്ള ഒരു പട്ടുവ്യാപാരിയായിരുന്നു. മരിയ, പൗളി, ലയോണി, സെലിൻ, തെരേസയായിരുന്നു മക്കൾ. 4 പേർ കർമ്മലിത്ത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേർന്നു. തെരേസയ്ക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരണപ്പെട്ടത്. താമസിയാതെ മാർട്ടിൻ ലിസ്വീപിലേക്ക് താമസം മാറ്റി. ത്രേസ്യായ്ക്ക് 10 വയസ്സ് പൂർത്തിയായപ്പോൾ ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. 1 മാസത്തോളം ത്രേസ്യ രോഗിണിയായി കിടന്നു. 1883 മെയ് 13 പെന്തക്കോസ്ത ദിവസം ത്രേസ്യയിലെ മുറിയിലിരുന്ന വിജയമാതാവിന്റെ രൂപം ത്രേസ്യയെ നോക്കി പുഞ്ചിരി തൂകി. അതോടെ ത്രേസ്യയുടെ ആലസ്യം അവളിൽ നിന്ന് നീങ്ങി. അന്ന് പ്രകടമായ ദൈവമാതൃ സ്നേഹം അന്ത്യം വരെ ത്രേസ്യ ആസ്വദിച്ചു. 15 വയസ്സിൽ കർമ്മലിത്ത മഠത്തിൽ ചേരാനുള്ള അനുവാദം വാങ്ങാൻ ത്രേസ്യ പിതാവിന്റെ കൂടെ റോമായിൽ പോയി ലിയോ 13 മാർപ്പാപ്പയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർത്ഥന മാർപ്പാപ്പയുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു. 1889 ജനുവരി 10 തെരേസ സഭാവസ്ത്രം സ്വീകരിച്ചു. അടുത്ത വർഷം സെപ്റ്റംബർ 8 പ്രഥമ വ്രതവാഗ്ദാനവും നടന്നു. അപ്പോഴേക്കും പിതാവ് ലൂയി മാർട്ടിൻ തളർവാദ രോഗിയായി ആശുപത്രിയിൽ കിടപ്പായി. 1893 മുതൽ 24 വർഷത്തേക്ക് മാത്രം നീണ്ടുനിന്ന ത്രേസ്യയുടെ ആ ജീവിതത്തിന്റെ അവസാന ഭാഗം ക്ഷയരോഗമെന്ന മാരക രോഗത്തിൽ അവസാനിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പം ഈ ലോകത്തിൽ നിന്നും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഗോള മിഷണറിയാകാൻ ആഗ്രഹിച്ച ത്രേസ്യയെ 1928 11 പിയൂസ് മാർപ്പാപ്പ വേദപ്രചാരക മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ അവളുടെ അഭീഷ്ടം അങ്ങനെ നിറവേറുകയുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് ത്രേസ്യ തന്റെ ജീവചരിത്രം എഴുതി. ത്രേസ്യയുടെ ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കുറുക്കുവഴിയും ആ സുന്ദര ഗ്രന്ഥത്തിന്റെ താളുകളിൽ കുറിച്ചിരിക്കുന്നു. ആ സ്വയംകൃത ചരിതവും വിശുദ്ധ കൊച്ചുത്രേസ്യ എഴുതിയ കത്തുകളുടെ സമാഹാരമായ നവമാലിക സഖിയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠമായ സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. ലിസ്വീപിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.